ഹായ് ഗൈസ് ആൻഡ് നമ്മളെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഡെപ്യൂട്ടി സ്പീക്കറിനെ പറ്റിയിട്ടാണ്. ആരാണ് ഡെപ്യൂട്ടി സ്പീക്കർ, ഡെപ്യൂട്ടി സ്പീക്കറിൻ്റെ റോൾ എന്തൊക്കെയാണ്, ആർക്കാണ് ഡെപ്യൂട്ടി സ്പീക്കർ ആവാൻ കഴിയുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ആ ഒരു സീറ്റ് വേക്കൻ്റ് ആയിട്ടിരിക്കുക എന്നുള്ള കാര്യം നമുക്കറിയാം. അത് ഞാനും നമ്മുടെ മുമ്പത്തെ വീഡിയോയിൽ നമ്മളത് മെൻഷൻ ചെയ്തിരുന്നു. ഇതേപോലെ ഡെപ്യൂട്ടി സ്പീക്കറായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ നമ്മൾ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ നമ്മുടെ ന്യൂസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാം, ദ ഇമ്പോർട്ടൻസ് ഓഫ് ഡെപ്യൂട്ടി സ്പീക്കർ. വി ലുക്ക് ഓൺ ടു ദി പ്രിലിംസ് ആൻഡ് മെയിൻസ് റെലവൻസ് ഓഫ് ദിസ് ന്യൂസ്. പ്രിലിംസിൽ നമുക്കറിയാം കറണ്ട് അഫയേഴ്സിൻ്റെ അണ്ടറിൽ വരുന്നൊരു ടോപ്പിക്കാണ് കറണ്ട് ഇവൻറ്റ്സ് ഓഫ് നാഷണൽ ആൻഡ് ഇൻ്റർനാഷണൽ ഇമ്പോർട്ടൻസ്. ആൻഡ് മെയിൻസിൽ GS പേപ്പർ 2 വരുന്നതാണ് പാർലമെൻറ്റ് ആൻഡ് സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ, അല്ലേ, പൊളിറ്റി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. സ്ട്രക്ചർ, ഫംഗ്ഷനിങ്, കണ്ടക്ട് ഓഫ് ബിസിനസ്, പവേഴ്സ് ആൻഡ് പ്രിവിലേജസ് ആൻഡ് ഇഷ്യൂസ് അറൈസിങ് ഔട്ട് ഓഫ് ദിസ്. ആ ഒരു ടോപ്പിക്കിന് അണ്ടറിൽ വരുന്നൊരു ടോപ്പിക്കാണ്. ആൻഡ് ഇതിൻ്റെ ഈ ഒരു ന്യൂസിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത്, ആർട്ടിക്കിൾ 93 എന്താണ് ആർട്ടിക്കിൾ 93 എന്നുള്ളത് വഴിയെ പറയാം. ഞാനിതിൻ്റെ ഈ ഒരു ന്യൂസിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ്, ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് നൈസായിട്ടൊന്ന് പറഞ്ഞിട്ട് ബാക്കി നമുക്ക് ഇൻഡെപ്ത് ആയിട്ട് ഓരോ പോയിന്റും ഡിസ്കസ് ചെയ്യാം. നമ്മൾ ഈ ഒരു ഡെപ്യൂട്ടി സ്പീക്കറിൻ്റെ റോൾ അല്ലെങ്കിൽ ആ ഒരു പോസ്റ്റ് എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ഷോന് വേണ്ടിയിട്ട് ഉള്ളൊരു ഷോ കാണിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പോസ്റ്റ് അല്ല. ഓക്കെ, അത് വെറുതെ അവിടെ വെച്ചിരിക്കുന്ന ഒരു സാധനമല്ല. ആർട്ടിക്കിൾ 93 പ്രകാരം, നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആർട്ടിക്കിൾ 93 പ്രകാരം ഈ ഒരു ഡെപ്യൂട്ടി സ്പീക്കർ ഓഫ് ദ ലോക്സഭ എന്ന് പറയുന്നത് എലക്ഷൻ കഴിഞ്ഞ് ആസ് സൂൺ ആസ് പോസിബിൾ ആളെ തെരഞ്ഞെടുത്തിരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് കാണിക്കുന്നത് അതിൻ്റെ ആ ഒരു ജോബിൻ്റെ ഒരു ഇമ്പോർട്ടൻസിനെയാണ്, അല്ലേ. The deputy speaker is not just for show. Deputy speaker will help to run the parliament smoothly. അതേപോലെ ഒരുപാട് മീറ്റിംഗ്സും കാര്യങ്ങളൊക്കെ ഫെയർ ആയിട്ട് ലീഡ് ചെയ്യാൻ ഈ ഒരു ഡെപ്യൂട്ടി സ്പീക്കർ ആവശ്യമാണ്. ആൻഡ് വേറെ ഒരുപാട് കമ്മിറ്റീസിനെ ഹാൻഡിൽ ചെയ്യാനുള്ള ആ ഒരു റോളൊക്കെ ഡെപ്യൂട്ടി സ്പീക്കറിനുണ്ട്. ട്രഡീഷണലി ഒപ്പോസിഷൻ പാർട്ടിയിലെ ആർക്കെങ്കിലും ആയിരിക്കും ആ ഒരു ഡെപ്യൂട്ടി സ്പീക്കറിൻ്റെ റോള് കൊടുക്കാറ്. ഓക്കെ, ടു കീപ് തിങ്സ് ഫെയർ ആൻഡ് ബാലൻസ്ഡ് ഇൻ ഡെമോക്രസി. പക്ഷേ ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ 2019 മുതൽ 2024 വരെ നമ്മുടെ 17th ലോക്സഭയിൽ ഈ ഒരു പൊസിഷൻ empty ആയി കിടക്കുകയാണ്. ഓക്കെ, ഓവർ ദ പാസ്റ്റ് 6 years. ആൻഡ് മെനി പീപ്പിൾ സേ ദാറ്റ് ദ റൂളിംഗ് പാർട്ടി ഡിഡ്ന്റ് വാണ്ട് ടു ഗീവ് ദിസ് റോൾ ടു ഒപ്പോസിഷൻ. ഇത് കാണിക്കുന്നത് എന്താണ്, ഇത് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഇഗ്നോർ ചെയ്യുന്നത് പോലെയാണ്, അല്ലേ. അതേപോലെ നോട്ട് ഷെയറിങ് പവർ ആൻഡ് ഇറ്റ് ഈസ് വീക്കനിങ് അവർ ഡെമോക്രസി എന്നുള്ളതാണ്. ഈ ഒരു ഡെപ്യൂട്ടി സ്പീക്കർ എന്ന് പറയുന്നത് ഹീസ് എ വെരി കീ പാർട്ട് ഓഫ് റണ്ണിങ് പാർലമെന്റ് ഫെയർലി. പക്ഷെ ആ ഒരു പോസ്റ്റ് കുറേ നാളായിട്ട് empty ആയിട്ട് കിടക്കുകയാണ്, വിച്ച് മെനി സീസ് ആസ് ആൻ അൺഡെമോക്രാറ്റിക് ആൻഡ് എഗെയിൻസ്റ്റ് ദ റൂൾ. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണ് പറയുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, ദാറ്റ്സ് ദി നെക്സ്റ്റ് ടോപ്പിക് വിച്ച് ഈസ് വി ആർ ഗോയിങ് ടു ഡിസ്കസ്. വാട്ട് ഡസ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ സേസ്? ഈ ഒരു ആർട്ടിക്കിൾ 93 ഞാൻ നേരത്തെ മെൻഷൻ ചെയ്തിരുന്നു, അല്ലേ. ഈ ഒരു ഡെപ്യൂട്ടി സ്പീക്കർ എന്ന് പറയുന്നത് ഹി മസ്റ്റ് ബി ചൂസൺ ക്വിക്ലി ആഫ്റ്റർ ദി എലക്ഷൻ എന്ന് നേരെ പറഞ്ഞിട്ടുണ്ട് ആർട്ടിക്കിൾ 93. ഓക്കെ, അതൊരു ഇമ്പോർട്ടൻറ്റും വളരെ അർജൻ്റ് ആയിട്ടുള്ളൊരു റോളാണ് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഈ ഒരു ലോക്സഭ ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം എത്രയും വേഗം ഒരു ഡെപ്യൂട്ടി സ്പീക്കറിനെ സെലക്ട് ചെയ്യണമെന്ന് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ തന്നെ, ഭരണഘടനയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് വളരെ ഇമ്പോർട്ടൻറ്റോ അർജൻറ്റോ ആയിട്ടുള്ള റോൾ ആയതുകൊണ്ടായിരിക്കുമല്ലോ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക. ആൻഡ് നെക്സ്റ്റ് ഈ ഒരു ആർട്ടിക്കിൾ 94 പ്രകാരം ഒരു തവണ നമ്മൾ ഡെപ്യൂട്ടി സ്പീക്കറെ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഹി ക്യാൻ സ്റ്റേ ഇൻ ദി ജോബ് അൺടിൽ ദി ക്വിറ്റ് ഓർ റിമൂവ്ഡ് ഓർ ഡിസ്ക്വാളിഫൈഡ്. എങ്ങനെയൊക്കെയാണ് ഡെപ്യൂട്ടി സ്പീക്കറെ ഡിസ്ക്വാളിഫൈ ചെയ്യുന്നത്, പുള്ളിയുടെ റെസിഗ്നേഷൻ ആർക്കാണ് കൊടുക്കേണ്ടത്, പിന്നെ ആളുടെ റോൾ എന്തൊക്കെയാണെന്നുള്ള കാര്യമൊക്കെ നമുക്ക് വഴിയെ പറയാം. ഓക്കെ, എന്താണ് ഡെപ്യൂട്ടി സ്പീക്കർ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, സ്പീക്കർ ഇല്ലാത്ത സമയത്ത് പാർലമെൻറ്റിൻ്റെ ആ ഒരു സ്പീക്കറിൻ്റെ റോള്, സ്പീക്കർ എന്ന് പറയുന്നത് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോളാണെന്ന് നമുക്കറിയാമല്ലേ. ആ ഒരു റോള് സ്പീക്കർ ഇല്ലാത്ത സമയത്ത് ചെയ്യുന്നത് ഡെപ്യൂട്ടി സ്പീക്കർ ആയിരിക്കും. ഓക്കെ, വിച്ച് ഹെൽപ്സ് ടു റൺ അവർ പാർലമെൻറ്റ് വിതൗട്ട് എനി ബ്രേക്സ്. അതേപോലെ ഒരുപാട് ഇമ്പോർട്ടൻറ്റ് കമ്മിറ്റീസിനെ ലീഡ് ചെയ്യുന്നുണ്ട് ഡെപ്യൂട്ടി സ്പീക്കർ. ഒന്ന് നമ്മുടെ ദ പ്രൈവറ്റ് മെമ്പേഴ്സ് ബിൽസ് കമ്മിറ്റിയും അതേപോലെ ഹൗസ് ബഡ്ജറ്റ് കമ്മിറ്റിയും. ഈ ഒരു പ്രൈവറ്റ് മെമ്പേഴ്സ് ബിൽ കമ്മിറ്റി എന്ന് പറഞ്ഞാൽ ഈ ഒരു ഗ്രൂപ്പ്, അതായത് നമ്മുടെ ഒരു ബിൽസ് ഇല്ലേ, അതായത് ബില്ലെന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇറ്റ് ഈസ് ആൻ ഐഡിയ ഫോർ എ ന്യൂ ലോ, അല്ലേ. അപ്പോൾ ഈ MPs സജസ്റ്റ് ചെയ്യുന്ന ബിൽസ് അത് നോക്കുക.
ഓക്കെ, ആ ഒരു ഗ്രൂപ്പ് ഉണ്ടാവും. സോ ഈ ഒരു പ്രൈവറ്റ് മെമ്പേഴ്സ് ബിൽ കമ്മിറ്റി എന്ന് പറയുന്നത് ദിസ് ഈസ് എ ഗ്രൂപ്പ് ലുക്സ് അറ്റ് ബിൽസ് വിച്ച് ഈസ് നമുക്കറിയാം ഐഡിയാസ് ഫോർ ന്യൂ ലോസ് വിച്ച് ഈസ് സജസ്റ്റഡ് ബൈ ദി MPs, മെമ്പർ ഓഫ് പാർലമെന്റ്. പക്ഷെ ഒരു കാര്യം ഇവിടെ നോക്കാനുള്ളത് മിനിസ്റ്റേഴ്സ് അല്ലാത്ത MPs. ഓക്കെ, സോ അതുകൊണ്ടാണ് ഈ ഒരു MPസിനെ ഇവിടെ ഒരു പ്രൈവറ്റ് മെമ്പേഴ്സ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു കമ്മിറ്റിയുടെ പേര് തന്നെ പ്രൈവറ്റ് മെമ്പേഴ്സ് ബിൽസ് കമ്മിറ്റി എന്നാണല്ലോ. സോ ഈ ഒരു കമ്മിറ്റി ബിൽസ് എങ്ങനെ നല്ലതാണോ, അത് യൂസ്ഫുൾ ആണോ, നമുക്കത് ഡിസ്കസ് ചെയ്യാൻ പറ്റുമോ പാർലമെൻറ്റിൽ എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്ന ഒരു കമ്മിറ്റിയാണ്. സോ ഇതിനെ ലീഡ് ചെയ്യുന്നത് നമ്മുടെ ഡെപ്യൂട്ടി സ്പീക്കറാണ്. ഓക്കെ, അതേപോലെ ഒരു ഹൗസ് ബജറ്റ് കമ്മിറ്റി. ഈ ഒരു ഹൗസ് ബജറ്റ് കമ്മിറ്റി എന്ന് പറയുന്നത് ഈ ഒരു ഗ്രൂപ്പാണ് നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ബജറ്റും കാര്യങ്ങളൊക്കെ സ്റ്റഡി ചെയ്യുന്നത്. ഓക്കെ, എങ്ങനെയാണ് നമ്മളിനി നമ്മുടെ പ്ലാൻസ് പൈസ ഖജനാവിലേക്ക് എത്തിക്കാൻ, ഏൺ ചെയ്യാൻ നമ്മൾ എന്തൊക്കെ ചെയ്യണം, അതേപോലെ ഏതൊക്കെ ഇതിൽ നമ്മൾ മണി സ്പെൻഡ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്ന ഒരു കമ്മിറ്റിയാണ്. ഓക്കെ, സോ ഇറ്റ് ചെക്സ് ഇഫ് മണി ഈസ് ബീങ് യൂസ്ഡ് പ്രോപ്പർലി ആൻഡ് ഫെയർലി. ഓക്കെ, അതാണ് ഈ ഒരു ഹൗസ് ബജറ്റ് കമ്മിറ്റി. സോ നമുക്കറിയാം ഈ രണ്ട് കമ്മിറ്റി പറഞ്ഞതിലൂടെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഈ ഒരു കമ്മിറ്റിയുടെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ്. സോ ബോത്ത് കമ്മിറ്റീസ് ആർ ഇമ്പോർട്ടൻറ്റ് ഫോർ മേക്കിംഗ് ഷുവർ പാർലമെൻറ്റ് വർക്ക്സ് വെൽ. ആൻഡ് നമ്മുടെ ഡെപ്യൂട്ടി സ്പീക്കറാണ് ഈ ഒരു കമ്മിറ്റീസിനെ ലീഡ് ചെയ്യുന്നത്. ആൻഡ് അതേപോലെ ഇപ്പോൾ നമ്മൾ എന്താണ് കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നതെന്ന് നോക്കി, അതേപോലെ എന്തൊക്കെയാണ് ഡെപ്യൂട്ടി സ്പീക്കർ ചെയ്യുന്നതെന്ന് നോക്കി. സോ സ്പീക്കറില്ലാത്ത സമയത്ത് ആ ഒരു പാർലമെൻറ്റിന് ബ്രേക്ക് ഒന്നും വരാതെ കൊണ്ടുപോകാനുള്ള റോള് ഡെപ്യൂട്ടി സ്പീക്കറിനുണ്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കമ്മിറ്റീസ് ലീഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഡിബേറ്റ്സും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അത് റെസ്പെക്റ്റ്ഫുൾ ആയിട്ടാണോ, അത് റൂൾസ് പ്രകാരമാണോ അത് നടക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ എൻഷുർ ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റി കൂടി ഡെപ്യൂട്ടി സ്പീക്കറിനുണ്ട്. സോറി. സോ എന്തുകൊണ്ടാണ് ഈ ഒരു റോൾ ഇമ്പോർട്ടൻ്റ് ആവുന്നതെന്ന് നോക്കാം. സോ ഈ ഒരു ഡിബേറ്റും കാര്യങ്ങളൊക്കെ നമുക്കറിയാം ലോക്സഭയിൽ എപ്പോഴും ഉണ്ടാകുന്നതാണ്. ആൻഡ് ഈ ഒരു ഡിബേറ്റ്സിൽ ഒരു ന്യൂട്രൽ ആയിട്ടുള്ളൊരു ജഡ്ജായിട്ട് നമ്മുടെ ഡെപ്യൂട്ടി സ്പീക്കർ ആക്ട് ചെയ്യും. ഓക്കെ, ഒരു പാർട്ടിയെയും ഫേവർ ചെയ്യാതെ ഒരു ന്യൂട്രൽ സ്റ്റാൻഡ് എടുക്കും. ആൻഡ് അതേപോലെ തന്നെ റൂളിംഗ് പാർട്ടിയും ഒപ്പോസിഷനും തമ്മിലുള്ള ആ ഒരു ഫെയർനെസ് കീപ്പ് ചെയ്യാൻ ഇവർ രണ്ടുപേരും തമ്മിലുള്ള ടു കീപ് തിങ്സ് ഫെയർ ബിറ്റ്വീൻ റൂളിംഗ് പാർട്ടി ആൻഡ് ഒപ്പോസിഷൻ എന്ന് നമുക്ക് പറയാം. സോ അതിൻ്റെ ആ ഒരു റോളും കൂടി ഡെപ്യൂട്ടി സ്പീക്കറിനുണ്ട്. സോ ട്രഡീഷണലി നമ്മൾ പറഞ്ഞ പോലെ ഇതൊരു ഒപ്പോസിഷൻ പാർട്ടിക്ക് ആയിരിക്കും ആ ഒരു ഡെപ്യൂട്ടി സ്പീക്കറിൻ്റെ റോള് കൊടുക്കുന്നത്. ഇത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്കറിയാം ഒരു ഡെമോക്രസിയിലുള്ള ഒരു ബാലൻസും ടീം വർക്കും കാര്യങ്ങളൊക്കെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ ഈ ഒരു ഡെപ്യൂട്ടി സ്പീക്കർ എന്ന് പറയുന്നത് പാർലമെൻറ്റിലെ ഒരു കീ ലീഡറാണ്. Okay, so he helps to keep things fair and running smoothly, especially when the speaker is absent. So നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നത് ഈ ഒരു റോൾ ഇറ്റ് ഈസ് വെരി അർജൻറ്റ് ആൻഡ് നെസസറി, ആൻഡ് ഇറ്റ് ഗീവ് ഇറ്റ് ടു ദി ബൈ ഗിവിങ് ഇറ്റ് ടു ദി ഒപ്പോസിഷൻ ഇറ്റ് ഹെൽപ്സ് ടു കീപ് ഡെമോക്രസി സ്ട്രോങ് എന്നുള്ളതാണ്. സോ നമ്മൾ പറഞ്ഞു ഈ ഒരു ഡെപ്യൂട്ടി സ്പീക്കറിൻ്റെ പോസ്റ്റ് എന്നുള്ളത് എം ടി ആയി കിടക്കുകയാണ് അല്ല. ഇപ്പോൾ 2019 മുതൽ 24 വരെ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, നമ്മുടെ 17ാമത്തെ ലോക്സഭ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡെപ്യൂട്ടി സ്പീക്കർ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ 18ാമത്തെ ലോക്സഭ വന്നിട്ടും ഡെപ്യൂട്ടി സ്പീക്കറിൻ്റെ പോസ്റ്റ് ഫിൽഡ് അല്ല. സോ ഇത് വളരെ അൺയൂഷ്വൽ ആണ് ആൻഡ് ഇറ്റ്സ് നോട്ട് നോർമൽ. അല്ല, ഇത് എവിടെയാണ്, എന്താണ് ഇവിടുത്തെ പ്രശ്നം എന്ന് ചോദിച്ചാൽ വൈ ദിസ് ഇസ് എ പ്രോബ്ലം. നോർമലി ഗവൺമെൻറ്റും അതേപോലെ ഒപ്പോസിഷനും ഇവർ രണ്ടുപേരും കൂടിയിട്ട് തീരുമാനിക്കും, അതായത് ആര് ഡെപ്യൂട്ടി സ്പീക്കർ ആവണം എന്നുള്ളതിൽ ആ ഒരു ദി ഗവൺമെൻറ് ആൻഡ് ദി ഒപ്പോസിഷൻ എഗ്രി ഓൺ ഹൂ വിൽ ബി ദി ഡെപ്യൂട്ടി സ്പീക്കർ. പക്ഷേ ഇപ്പോൾ ഇവർക്ക് എഗ്രി ചെയ്യാൻ പറ്റുന്നില്ല. എന്താ പ്രശ്നം പറഞ്ഞാൽ ഇറ്റ് ഈസ് സെഡ് ദാറ്റ് ഗവൺമെൻറ് ഡസൻറ്റ് വാണ്ട് ടു ഗീവ് ദ പോസ്റ്റ് ടു ദി ഒപ്പോസിഷൻ. ഓക്കെ, ഗവൺമെൻറ്റിന് നമ്മൾ പറഞ്ഞു ഇതൊരു ലോങ് സ്റ്റാൻഡിങ് ട്രഡീഷനാണ്. നോർമലി സ്പീക്കർ എന്നുള്ളത് നമ്മുടെ റൂളിംഗ് പാർട്ടിയുടെ ഒരാളായിരിക്കും, അതേപോലെ ഡെപ്യൂട്ടി സ്പീക്കർ എന്നുള്ളത് ഒപ്പോസിഷനിലുള്ള ഒരാളായിരിക്കും. പക്ഷേ അതങ്ങനെയാണ് ആ ഒരു ട്രഡീഷൻ നടന്നു വരുന്നത്, ലോങ് സ്റ്റാൻഡിങ് ട്രഡീഷൻ. ഈ ഒരു ഡെപ്യൂട്ടി സ്പീക്കറിൻ്റെ പോസ്റ്റിനെ പറ്റിയുള്ള ആ ഒരു ലോങ് സ്റ്റാൻഡിങ് ട്രഡീഷൻ അങ്ങനെയാണ്. പക്ഷെ നമ്മുടെ ഇപ്പോഴത്തെ ഗവൺമെൻറ്റിന് ഇത് ഒപ്പോസിഷൻ പാർട്ടിക്ക് കൊടുക്കാൻ താല്പര്യമില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, now they can't agree, and it is said that the government doesn't want to give the post to the opposition, which goes against long standing tradition. Okay, so ഇവിടെ എന്താണ്, ഇറ്റ് ഈസ് ബ്രേക്കിംഗ് ദ റൂൾസ് അല്ലേ, ബ്രേക്കിംഗ് ദ റൂൾസ് ആൻഡ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ളതാണ്. സോ ഒരുപാട് കോൺസ്റ്റിറ്റ്യൂഷണൽ റൂൾസ് ഇവിടെ ഇഗ്നോർ ചെയ്യപ്പെടുകയാണ് അല്ലേ. അപ്പോൾ ആർട്ടിക്കിൾ 93യുടെ കാര്യം നമ്മൾ മെൻഷൻ ചെയ്തു. 93 പ്രകാരം ഡെപ്യൂട്ടി സ്പീക്കറെ ആസ് സൂൺ ആസ് പോസിബിൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇലക്ഷന് ശേഷം ആ ഒരു ഡെപ്യൂട്ടി സ്പീക്കറിനെ എത്രയും വേഗം ചൂസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സോ അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് ഇഷ്ടമുള്ളപ്പോൾ ചൂസ് ചെയ്യാം എന്നല്ല. ഓക്കെ, ആസ് സൂൺ ആസ് പോസിബിൾ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നോട്ട് വെൻ എവർ യു ഫീൽ ലൈക്ക് ഇറ്റ് എന്നുള്ളതല്ല.
അതേപോലെ ആർട്ടിക്കിൾ 94 പറയുന്നത് ഈ ഒരു ഡെപ്യൂട്ടി സ്പീക്കർ നമ്മൾ എലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഹി ഷുഡ് സ്റ്റേ ഇൻ ഓഫീസ് അൺടിൽ ദി റിസൈൻ. ഓക്കെ, അയാൾ റിമൂവ് ചെയ്യപ്പെടുക, അയാൾ റിസൈൻ ചെയ്യുകയോ അല്ലെങ്കിൽ അയാൾ ഏതെങ്കിലും തരത്തിൽ ഡിസ്ക്വാളിഫൈഡ് ആവുകയോ ചെയ്യുന്നത് വരെ അയാൾക്ക് അയാളുടെ ഓഫീസിൽ തുടരാൻ കഴിയും. ഓക്കെ, ആൻഡ് ആർട്ടിക്കിൾ 180 പ്രകാരം ഈ ഒരു സ്പീക്കറിന്റെ പോസ്റ്റ് എം ടി ആണെന്നുണ്ടെങ്കിൽ ഡെപ്യൂട്ടി സ്പീക്കർ ആയിരിക്കും നമ്മുടെ സ്പീക്കറിന്റെ റോള് ഹാൻഡിൽ ചെയ്യുന്നത്. സോ ഇഫ് ദ സ്പീക്കർ പോസ്റ്റ് ഈസ് എം ടി, ദ ഡെപ്യൂട്ടി സ്പീക്കർ ഷുഡ് ടേക്ക് ഓവർ. പക്ഷേ ഇവിടെ നമുക്കൊരു ഡെപ്യൂട്ടി സ്പീക്കർ ഇല്ല. ദർ ഇസ് നോ വൺ ടു ഡു ദാറ്റ് നൗ. അതേപോലെ ലോക്സഭ റൂൾസിലെ റൂൾ 8 പ്രകാരം ഈ ഒരു സ്പീക്കർ ഹി മസ്റ്റ് ഫിക്സ് എ ഡേറ്റ് ഫോർ എലക്ടിങ് എ ഡെപ്യൂട്ടി സ്പീക്കർ എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ദാറ്റ് ഇസ് ഓൾസോ ഹാസ് ഇൻ ബീൻ ഡൺ എന്ന് നമുക്ക് പറയാൻ കഴിയും. ഓക്കെ, സോ ഈ ഒരു ബ്രേക്കിംഗ് ദ റൂൾസ് ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷൻ അവിടെ നമ്മൾ നോക്കിയത് 4 കാര്യങ്ങളാണ് മെയിനായിട്ട്. ഒന്ന്, ലോക്സഭ റൂൾസിലെ റൂൾ 8 പ്രകാരം ഇറ്റ് സേസ് ദാറ്റ് ദ സ്പീക്കർ മസ്റ്റ് ഫിക്സ് എ ഡേറ്റ് ഫോർ എലക്ടിങ് എ ഡെപ്യൂട്ടി സ്പീക്കർ. ദാറ്റ് ഹാസ് ഇൻ ബീൻ ഡൺ. അതേപോലെ ആർട്ടിക്കിൾ 180 പ്രകാരം ഈ ഒരു സ്പീക്കറിന്റെ പോസ്റ്റ് വേക്കൻ്റ് ആണെന്നുണ്ടെങ്കിൽ ഡെപ്യൂട്ടി സ്പീക്കറാണ്, സ്പീക്കറിന്റെ പോസ്റ്റ് എം ടി ആണെന്നുണ്ടെങ്കിൽ ഡെപ്യൂട്ടി സ്പീക്കർ ആയിരിക്കണം അത് ടേക്ക് ഓവർ ചെയ്യേണ്ടത്. പക്ഷേ നമുക്കിവിടെ ഒരു ഡെപ്യൂട്ടി സ്പീക്കർ ഇപ്പോൾ ഇല്ല. ആൻഡ് ആർട്ടിക്കിൾ 94 പ്രകാരം ഡെപ്യൂട്ടി സ്പീക്കർ ഷുഡ് സ്റ്റേ ഇൻ ഓഫീസ് അൺടിൽ ദേ റിസൈൻ ഓർ റിമൂവ്ഡ് ഓർ ഡിസ്ക്വാളിഫൈഡ്. അതേപോലെ ആർട്ടിക്കിൾ 93 പ്രകാരം ഒരു ലോക്സഭ ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം ഇറ്റ് സേസ് ദ ഡെപ്യൂട്ടി സ്പീക്കർ ഷുഡ് ബി എലക്റ്റഡ് ആസ് സൂൺ ആസ് പോസിബിൾ. ഓക്കെ, നോട്ട് വെൻ എവർ യു ഫീൽ ലൈക്ക് ഇറ്റ്. സോ ഇതൊക്കെ എന്തുകൊണ്ടാണ് ഇതൊക്കെ മാറ്റർ ആവുന്നതെന്ന് ചോദിച്ചാൽ, ഈ ഡെപ്യൂട്ടി സ്പീക്കർ ഇല്ലാതിരിക്കുമ്പോൾ ദർ ഇസ് നോ വൺ റെഡി ടു സ്റ്റെപ്പ് ഇൻ ഇഫ് ദി സ്പീക്കർ ഈസ് ആബ്സെൻറ്റ്. സോ സ്പീക്കർ ഇങ്ങനെ ആബ്സെൻ്റ് ആവണമെന്നുണ്ടെങ്കിൽ സ്പീക്കർ എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് റോളാണല്ലേ. ആൻഡ് ആളില്ലാണ്ടിരിക്കുമ്പോൾ വേറെ ആരാണ് വരിക? സോ അതൊരു കൺഫ്യൂഷനാണ്. സോ ഈ ഒരു ഗ്യാപ്പ് എന്നുള്ളത്, ഈ ഒരു ലീഡർഷിപ്പിൽ വരുന്നൊരു ഗ്യാപ്പ്, പാർലമെൻറ്റിലെ ലീഡർഷിപ്പിൽ വരുന്നൊരു ഗ്യാപ്പ്, അത് നമുക്കിവിടെ കാണാൻ കഴിയും. ഇറ്റ് കോസസ് എ ഗ്യാപ്പ് ഇൻ ലീഡർഷിപ്പ് ഇൻ പാർലമെൻറ്റ്. അതേപോലെ ഇറ്റ് ഷോസ് എ ലാക്ക് ഓഫ് റെസ്പെക്ട് ഫോർ റൂൾസ് ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷൻ. So not having a deputy speaker for so long breaks important rules. അതേപോലെ അത് ഡെമോക്രസി വീക്കൻ ചെയ്യും. ആൻഡ് ഇറ്റ് ലീവ്സ് എ വെരി ബിഗ് ഗ്യാപ്പ് ഇൻ ഹൗ പാർലമെൻറ്റ് ഷുഡ് വർക്ക്. സോ ഇനി നമ്മുടെ ഇന്നത്തെ വീഡിയോൻ്റെ ഒരു കൺക്ലൂഷൻ പാർട്ടിലോട്ട് നമുക്ക് വരാം. സോ നമുക്ക് വേറെ കുറച്ച് കാര്യങ്ങളും കൂടി ഇവിടെ നോക്കിയിട്ട് ഒരു കീ ടേക്ക് അവേ പോയിന്റ്സ് നമുക്കിവിടെ പറയാം. സോ ഇവിടെ എന്താണ് അൺക്ലിയർ ആയിട്ടിരിക്കുന്നത്, എന്താണ് കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നത്, എന്താണ് അൺക്ലിയർ? ഓക്കെ, സോ ആർട്ടിക്കിൾ 93 എന്നുള്ളത് നമ്മളിപ്പോൾ കുറേ നേരമായിട്ട് നമ്മുടെ വീഡിയോയിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സോ ഇറ്റ് സേസ് എ ഡെപ്യൂട്ടി സ്പീക്കർ ഷുഡ് ബി എലക്റ്റഡ് ആസ് സൂൺ ആസ് മേ ബി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇലക്ഷന് ശേഷം ഉടനെ തന്നെ അത് ആളെ എലക്ട് ചെയ്യണം എന്നും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഒരു ക്ലിയർ ആയിട്ടുള്ളൊരു ഡെഡ് ലൈൻ ആയിട്ട് സ്പെസിഫിക് ആയിട്ട് പറയുന്നില്ല അല്ലേ. സോ ഗവൺമെൻറ് അത് ഡിലേ ചെയ്യാം. സോ ദിസ് ഡസൻറ്റ് ഗിവ് എ ക്ലിയർ ഡെഡ് ലൈൻ, സോ ദി ഗവൺമെൻറ് ക്യാൻ കീപ് ഡിലേയിങ്. സോ ഇത് കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണ് പറയുന്നത്, കോൺസ്റ്റിറ്റ്യൂഷൻ മീൻ ചെയ്യുന്നതല്ല അവിടെ നടക്കുന്നത് അല്ലേ. കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നത് എന്താണ്, വിച്ച് ഈസ് ടു ഫിൽ ദ പോസ്റ്റ് ക്വിക്ക്ലി. സോ ദിസ് ഗോസ് അഗെയിൻസ്റ്റ് വാട്ട് ദ കോൺസ്റ്റിറ്റ്യൂഷൻ റിയലി മീൻ. ആൻഡ് അവിടെ ഒരു ബ്രേക്കിംഗ് ട്രഡീഷൻസ് എന്നുള്ളൊരു പോയിന്റ് നമുക്കൊരു ഡിസ്കസ് ചെയ്യാണ്ട്. യൂഷ്വലി ഈ ഒരു ഡെപ്യൂട്ടി സ്പീക്കറിൻ്റെ ആ ഒരു ജോബ് എന്നുള്ളത് ഒപ്പോസിഷൻസിന് വേണ്ടിയിട്ടാണ്, ഒപ്പോസിഷൻ പാർട്ടിയിൽ ആരെങ്കിലും ആയിരിക്കും ചെയ്യാന്നുള്ളൊരു കാര്യം നമ്മൾ പറഞ്ഞു, ടു കീപ് ദി പവർ ബാലൻസ്ഡ്. പക്ഷേ ഇതിങ്ങനെ ചെയ്യാതിരിക്കുന്നതിലൂടെ എല്ലാ കൺട്രോളും റൂളിംഗ് പാർട്ടിയുടെ കയ്യിലാണ്. സോ അതൊരു ഡെമോക്രസിയുടെ ഇതിൽ നല്ലതല്ല അല്ലേ, വിച്ച് ഇസ് നോട്ട് ഹെൽത്തി ഫോർ ഡെമോക്രസി. സോ ഇത് എന്തുകൊണ്ടാണ് ഒരു ഡെമോക്രസിക്ക് പ്രോബ്ലം ആവുന്നതെന്ന് ചോദിച്ചാൽ, നമുക്കറിയാം നമ്മൾ UK ഒരു വെസ്റ്റ് മിനിസ്റ്റർ മോഡലാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ആൻഡ് നമുക്കിവിടെ ഫെയർ ഡിസ്കഷനും എല്ലാ സൈഡ്സിനും ഈക്വൽ വോയിസും ആണ്. സോ ദാറ്റ്സ് വാട്ട് ഈസ് മീൻ ബൈ വെസ്റ്റ് മിനിസ്റ്റർ മോഡൽ. സോ അതിനോട് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കിടക്കുന്നില്ല. സോ ഇത് എന്തുകൊണ്ടാണ് ഡെമോക്രസിക്ക് പ്രശ്നം എന്ന് ചോദിച്ചാൽ, ഇന്ത്യയുടെ സിസ്റ്റം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ വെസ്റ്റ് മിനിസ്റ്റർ മോഡൽ ലൈക്ക് ദി UK. ഓക്കെ, വിച്ച് നീഡ്സ് ഫെയർ ഡിസ്കഷൻ ആൻഡ് ഈക്വൽ വോയിസ് ഫോർ ഓൾ സൈഡ്സ്. സോ ഈ ഒരു ഡെപ്യൂട്ടി സ്പീക്കർ ഇല്ലാതിരിക്കുമ്പോൾ ദർ ഇസ് നോ ബാലൻസ് അല്ലേ, ഗവൺമെൻറ്റും ഒപ്പോസിഷനും തമ്മിലുള്ളൊരു ബാലൻസ് ഇല്ല അവിടെ. ദർ ഇസ് നോ ബാലൻസ് ബിറ്റ്വീൻ ഗവൺമെൻറ് ഒപ്പോസിഷൻ. അതേപോലെ ഈ ഒരു സിസ്റ്റം കുറച്ചും കൂടി വൺ സൈഡഡ് ആവുന്നത് പോലെ നമുക്ക് കാണാൻ കഴിയും. സോ ഇവിടെ വരുന്നൊരു ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, സ്പീക്കർ റിസൈൻ ചെയ്യാണ്, അല്ലെങ്കിൽ അയാൾക്ക് ആളുടെ ജോബ് നേരെ ചെയ്യാൻ പറ്റുന്നില്ല. സോ ഡെപ്യൂട്ടി സ്പീക്കർ വേണമല്ലോ അത് ആ ഒരു റോള് ടേക്ക് ഓവർ ചെയ്യേണ്ടത്, ഹി ഈസ് സപ്പോസ് ടു ടേക്ക് ഓവർ. സോ ഈ ഒരു ഡെപ്യൂട്ടി സ്പീക്കർ ഇല്ലാതിരിക്കുമ്പോൾ ഇവിടെ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ക്രൈസിസ് ആണ് വരുന്നത്. അതായത് പാർലമെൻറ്റിന് ഫങ്ഷൻ ചെയ്യാൻ കഴിയില്ല പ്രോപ്പറായിട്ട്.
അല്ലേ? സോ ഇതാണ് ഇവിടെയുള്ള ഏറ്റവും വലിയൊരു പ്രോബ്ലം അതാണ്. പിന്നെ ഒന്ന് ആ ഒരു നമ്മുടെ ഒരു ലോസ് ഓഫ് ടീം വർക്കാണ് പൊളിറ്റിക്സിൽ. സോ ഈ ഒരു ഒപ്പോസിഷന് ഇത് കൊടുക്കാതിരിക്കുന്നതിലൂടെ ഇറ്റ് ഈസ് ബ്രേക്കിംഗ് ദി സ്പിരിറ്റ് ഓഫ് വർക്കിംഗ് ടുഗെദർ എന്നുള്ളതാണ്. ആൻഡ് ഇറ്റ് ഷോസ് ദാറ്റ് ഗവൺമെൻറ് ഇസ് നോട്ട് റെസ്പെക്ടിങ് ദ നീഡ് ഫോർ എഗ്രിമെൻറ്റ് ആൻഡ് ബാലൻസ് ഇൻ എ ഡെമോക്രസി. ഓക്കെ, സോ ഈ ഒരു ഡെപ്യൂട്ടി സ്പീക്കറിൻ്റെ ഈ ഒരു റോള് വേക്കൻ്റായി ഇടുന്നതിലൂടെ ഒരുപാട് കാലങ്ങളായിട്ട് ഇത് വേക്കൻ്റായിട്ട് ഇടുകയാണ്. സോ ഇറ്റ് വീക്കെൻസ് ദി ഡെമോക്രസി. അത് റൂൾസ് ബ്രേക്ക് ചെയ്യുന്നുണ്ട്, അതേപോലെ അത് ട്രഡീഷൻസ് ബ്രേക്ക് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇറ്റ് കുഡ് കോസ് എ ബിഗ് പ്രോബ്ലം ഇഫ് ദ സ്പീക്കർ കാൺ ഡു ദെയർ ജോബ് എന്നുള്ളതാണ്. ഓക്കെ, സോ നിങ്ങൾക്കത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. ഓക്കെ, വളരെ റെലവൻസ് ഉള്ളൊരു ടോപ്പിക്കാണ്. സോ ഇത് ഈ ഒരു ആർട്ടിക്കിൾ വായിക്കാൻ നോക്കുക മാക്സിമം. സോ ബൈ, ഹാവ് എ നൈസ് ഡേ.